നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 728 728. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 728. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ രണ്ടാം സർഗം വസുദേവ നാരദ സംവാദത്തിലെ 41 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അത്? അതിലും ദുർലഭം തന്നെ ഭഗവൽ പ്രിയദർശനം, അതാണു ഞങ്ങൾക്ക് സാധിച്ചത് ഈശ്വരാനുഗ്രഹത്തിനാൽ. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സത്സംഗത്തിൽ ഭാഗവാക്കാവാൻ സാധിക്കുന്നത്. അത് വലിയൊരു മഹാഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. 1000 മണിക്കൂർ ഗ്രന്ഥപാരായണം ചെയ്താൽ കിട്ടുന്ന ഗുണം അരമണിക്കൂർ സത്സംഗത്തു നിന്ന് കിട്ടും. കാരണം ഈ വായിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. സത്സംഗത്തിൽ അവരവർക്ക് അറിയുന്ന ഭാഷയിൽ സജ്ജനങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളും. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റിയിട്ട് അങ്ങനെ വലിയ ഒരു ഉദാര മനസ്ഥിതി ഉള്ള ആളാണ് ഭഗവാൻ എന്നുള്ളതിനൊരു എന്താണെന്നാ പറയുക, ഒരു ഉദാഹരണം കൂടിയാണ് ഈ ശ്ലോകം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് 42 ശ്ലോകം നോക്കുക. സർവമംഗളവും മർത്യനുണ്ടാവാനാദ്യ കാരണം സത്സംഗമാണെന്നു ഞങ്ങൾക്കും ഉദ്ഘോഷിക്കുന്നു വേദവും. വേദം ഇത് തന്നെയാണ് പറഞ്ഞത്. 1000 ഗ്രന്ഥമാരായുന്നതിനേക്കാളും മൂഴിയിൽ അരനാഴിക സത്സംഗം സാധുക്കിയിൽ അതാം ഗുണം. ആത്മാനന്ദത്തിൽ മുഴുകും ഭക്താഗ്രണികളോടു ഞാൻ വെറും കുശലവൃത്താന്തം അന്വേഷിപ്പത് യുക്തമല്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെ? ആത്മാനന്ദത്തിൽ മുഴുകും ഭക്താഗ്രണികളോടു ഞാൻ, ഈ നവയോഗികളോട് പോയിട്ട് നിങ്ങൾക്ക് സുഖമല്ലേന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, വെറും കുശലവൃത്താന്തം അന്വേഷിപ്പത് അയുക്തമാം. ആകയാൽ അഖിലോദാരം ധർമ്മം ഭാഗവതം ശുഭം കേൾപ്പാൻ ഈ ഞങ്ങൾ പാത്രങ്ങളാകിൽ ഒന്നരുളിയിടണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭാഗവതം എന്താണെന്നുള്ളത് കേൾക്കണം. ആകയാൽ അഖിലോദാരം, ഉദാരം എന്നാണ്. എല്ലാവർക്കും ഉദാരമായിട്ടും ആധാരമായിട്ടും അഖിലാധാരം. അഖിലോദാരം ധർമ്മം ഭാഗവതം ശുഭം. ഭാഗവത ധർമ്മം ശുഭത്തെ തരുന്നതാണ്. അതുകൊണ്ട് കേൾപ്പാൻ ഈ ഞങ്ങൾ പാത്രങ്ങളായി അരുളിയിടണം എന്ന നേരിട്ടിട്ട് വെട്ടൊന്ന് മുറി 2 എന്നുള്ള അർത്ഥത്തിൽ ഗുരുനാഥന്മാരോട് സംസാരിക്കരുത്. അവരോട് പറയണം, നിങ്ങളുടെ കൃപാകടാക്ഷം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തർക്കടില്ല. അങ്ങനെ വിനീതമായിട്ട് വേണം പറയാൻ. ദുർവാസനകളൊട്ടാകെ ദൂരെ നീക്കിയുടൻ പ്രഭോ. ഈ സത്സംഗം കൊണ്ടും ഭാഗവതം ഉപദേശം കൊണ്ടും എന്തുണ്ടാവുന്ന പറഞ്ഞത്? ദുർവാസനകളൊട്ടാകെ ദൂരെ നീക്കി ഉടൻ പ്രഭോ. ആത്മാവിനെ പോലും അലിഞ്ഞ് കേടുവതല്ലയോ. ആത്മാവിനെ തരുന്നു പറഞ്ഞാൽ ഭഗവാനെ തന്നെ തരുന്നതാണ് അർത്ഥം. എന്നിട്ട് അതിലെ അവസാനത്തെ ശ്ലോകമാണ് 46 ശ്ലോകം. സന്തോഷമാർന്ന് ഹരിധർമ്മമുരച്ചു കേൾപ്പാൻ എന്തിടും ആശ നൃവരൻ വെളിവാക്കി നിൽക്കേ. രാജാവ്, നിമിരാജാവാണ് ഈ ഋഷി, ഈ എന്താണെന്നാ പറയുക,
പിന്നെ ഈ 9 മാണിക്യങ്ങളെന്നോ രത്നങ്ങളെന്നോ നവയോഗികൾ അല്ലേ, അതന്നെയാണ് ഞാൻ പറയുന്നത്. നവരത്നങ്ങളെന്നൊക്കെ പറയാം. അവരെ പോലെ ഉള്ളവർ, നവരത്നത്തെ പോലെയുള്ളവർ, നവയോഗികളെ സന്തോഷമാർന്ന് ഹരിധർമ്മമുരച്ചു കേൾപ്പാൻ എന്തിടും ആശ നൃവരൻ രാജാവ് നിമി ഇങ്ങനെ വെളിവാക്കി നിൽക്കേ ചന്തം തികഞ്ഞ ഭഗവത് ശരണാരവിന്ദം. അത് ദഹിക്കുമോ? ചന്തം തികഞ്ഞത്, ഏറ്റവും പരമോന്നതമായ ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതെന്നർത്ഥം. ചന്തം തികഞ്ഞ ഭഗവത് ചരണാരവിന്ദം ചിന്തിച്ചുകൊണ്ടു കവി ചൊല്ലി കനിഞ്ഞ് ഈ വണ്ണം. അതിൽ ആദ്യത്തെ ആൾ, നവയോഗികൾ ആദ്യത്തെ ആളുടെ കവി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതോടുകൂടി ഈ 2ാം സർഗം കഴിഞ്ഞു. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദ്വിതീയ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി സർഗം 3 ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിൽ ഭാഗവത ധർമ്മം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്രത്തോളം സാധിക്കുക അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുക. ഭാഗവത ധർമ്മം എന്താ? ഭാഗവതം പഠിച്ചാൽ പോരാ, ഭാഗവത ധർമ്മം പ്രയോഗശാസ്ത്രത്തിൽ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തണം. എന്നാലാണ് അതിന് എന്താണോ പറയുക, വേര് പിടിച്ച് വലിയ മരമായിട്ട് മാറുള്ളൂ. അത് അവരവരിൽ ആപത്തിനൊരു മട്ടും വന്നണവാനരുതാത്തതായി ആനന്ദപ്രദമാം ധർമ്മം ഭഗവത് പാദസേവനം. ഭഗവാന്റെ പാദത്തെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമഗണനീയം. എന്നാൽ അതിപ്പോൾ മനസ്സിലുള്ള ചൈതന്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു രൂപം കിട്ടിക്കൊള്ളണമെന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ പോലെ ജീവനുള്ള നമ്മുടെ അച്ഛനമ്മമാരെ, വേണ്ടപ്പെട്ടവരെ, ദയ അർഹിക്കുന്നവരെ. കാരണം ഭഗവാൻ ആരാ? ദയാ സിന്ധു ആബൽ ബാന്ധവ എന്നൊക്കെയാണ് വാക്കുകൾ. അപ്പോൾ ആപത്തുകൾ അനുഭവിക്കുന്നവരുടെ മനസ്സിന് നാം ഓരോരുത്തർ ചെയ്യുന്ന സേവ കൊണ്ട് അവർക്ക് എന്തൊരു നിവൃത്തി ഉണ്ടാവണം. ആ നിവൃത്തിയിൽ അവർ നമ്മളെ ബ്ലെസ് ചെയ്യും. അവരെച്ചാൽ അവരിലുള്ള ചൈതന്യം ബ്ലെസ് ചെയ്യും. ശുഭമസ്തു നിത്യം ഒരു വാക്ക് കിട്ടിയാൽ മതി. നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ പറയാണ്, ഓരോരുത്തരുടെ മനസ്സിലിരുന്നിട്ട് ശുഭമസ്തു നിത്യം, നിനക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അവൻ എവറസ്റ്റ് കയറി എന്നർത്ഥം. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഉയർന്ന സ്ഥലം ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? മനസ്സമാധാനം കിട്ടും. അതാണ് ആപത്തിനൊരു മട്ടും വന്നണവാനരുതാത്തതായി. അതിൻ്റെ ശരിക്കർത്ഥം എന്താ? ഈശ്വരാനുഗ്രഹമുള്ളവനെ ആപത്ത് വന്ന് തൊഴുതു പോവും, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തമാശയ്ക്ക് പറയും, എങ്ങനെയാ രാജ, എൻ്റെ മൂത്ത ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് രാജ കാര്യങ്ങളൊക്കെ നടക്കണത് ചോദിക്കും. റോഡിഞ്ചൻ മേല് കയറിയാലും മരിക്കില്ല ഞാൻ, അത്രയും ഭഗവാൻ എന്നെ കാത്ത് രക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? റോഡിഞ്ചൻ അതാണല്ലോ ഇപ്പോൾ നമ്മൾ കനുള്ള വാഹനമായിട്ട് കണ്ടിട്ടുള്ളത്. അത് മേല് കയറിയാലും മരിക്കില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഈശ്വരാനുഗ്രഹം ഉണ്ട് എനിക്ക് എന്നർത്ഥം. ഒരു ഇമാജിനേറ്റീവ് വാക്കാണത്, സത്യമാണത്. ഏതെല്ലാം ഗ്രഹപ്പഴകളിൽ കൂടെയാണ് ഞാൻ നടന്നു വന്നിട്ടുള്ളത്. കാരണം എന്താ? ഒരു പ്രിൻസിപ്പിളിൽ ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാതെ കൊണ്ട്, ആർക്കും നമ്മളെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതിന് ചിലപ്പോൾ നമ്മൾ വളരെയധികം വീണ് ഉരുണ്ട് പരവശന്മാരായിട്ടുണ്ടാവും, സാരമില്ല. കാരണം നമ്മൾ കാരണം വേറൊരാൾ വീഴാതെ കൊണ്ട് നമ്മൾ നോക്കുക. വലിയൊരു പ്രത്യയശാസ്ത്രമാണത്. അപ്പോൾ ആപത്തിനൊരു മട്ടും വന്നണവാനരുതാത്തതായി ആനന്ദപ്രദമാം ധർമ്മം ഭഗവത് പാദസേവനം. അതായത് നെഗറ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ ഈശ്വരനെ സേവിച്ചാൽ.
ശരീരാദികളാം ഞാനെന്നുറച്ചവനു സർവവും അവയോടനുബന്ധിച്ചതാകയാൽ ഏതിലും ഭയം. ഈ ഭയം എങ്ങനെയാ? ഭയം എന്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്? പോരായ്മകളിൽ നിന്നാണ്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. പക്ഷെ അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. ഈശ്വരീയതയിലാണ് ഞാൻ നടക്കണമെന്ന് വെച്ചാൽ, ഈശ്വരീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു ബി കൈൻഡ് ടു ആൾ. ആരെയും പരിചയമില്ല നമ്മൾക്ക്, പക്ഷെ പരിചയപ്പെടുന്നു. നമ്മൾ എന്ത് വിചാരിച്ചാൽ മതി? അവർക്ക് നല്ലത് വരുത്തണേ. ആരായിക്കോട്ടെ. ചിലപ്പോൾ അവരുടെ എന്താ പറയുക, ബയോഡാറ്റൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. വേണ്ട, ഒരു ഫേസ് വാല്യൂവിൽ എല്ലാവരെയും മുഖവിലക്കെടുക്കുക. എന്താ അങ്ങനെ പറഞ്ഞാൽ? അത് കള്ളനാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെ ആ വ്യക്തിയിലും ജീവനുണ്ടല്ലോ. ആ ജീവൻ പരബ്രഹ്മാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്ക്, ഒരു ഉപദേശം അവർക്ക് ഗുണമായി തീരുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഈശ്വരീയത, ടു ബി കൈൻഡ് ടു ആൾ, നമ്മളെയും ബാധിക്കും. അത് വാക്ക് കൊണ്ടാവാം, ഉപദേശങ്ങളെ കൊണ്ടാവാം, ശരീരം കൊണ്ടാവാം. താഴത്ത് വീണൊരു കടലാസ് എടുത്ത് കൊടുക്കുക. അവർക്കത് വലിയുള്ളതായിരിക്കും, പക്ഷെ അവർക്ക് കുനിഞ്ഞെടുക്കാൻ സാധിക്കാത്തതായിരിക്കും. അപ്പം ഇങ്ങനെ ഐക്യമത്യം മഹാബലം. ഐക്യപ്പെടുക. എങ്ങനെ ഐക്യപ്പെടുക? വിചാരധാരകളെ കൊണ്ട് ഐക്യപ്പെടുക. അപ്പോൾ ശരീരാദികളാം ഞാനെന്നുറച്ചവന് സർവവും. ആർക്കായി നെഗറ്റിവിറ്റി ജാസ്തി ഉണ്ടാവുക? ഞാൻ ആത്മാവാണ് എന്ന സത്യം അറിയാതെ കണ്ട് ഞാൻ ശരീരാഭിമാനി ആവുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിന്ദിക്കാന്നർത്ഥം. ശരീരാദികളാം ഞാനെന്നുറച്ചവന് സർവവും അവയോടനുബന്ധിച്ചതാകയാൽ ഏതിലും ഭയം. അപ്പോൾ നമ്മൾ ശരീരം നൽകി നാളെ നശിക്കുന്നതാണ്. ഒരു പിടി ചാമ്പലാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾക്ക് കാഷ്ടമായി തീരാനുള്ള ആഹാരമാവും. ഇങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് എന്ത് വിചാരിച്ചാൽ മതി? ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവാണ് പരബ്രഹ്മം. സോക്കാൾഡ് ശിവൻ, സോക്കാൾഡ് ശ്രീരാമൻ, സോക്കാൾഡ് ശ്രീകൃഷ്ണൻ എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏതിലും ഭയം ഉളവാം. പിന്നെന്താ? നെഗറ്റിവിറ്റി അല്ലേ, പിന്നെ റിസൾട്ട് ഉണ്ടാവുക. അത് നീങ്ങേണ്ടും ഉപായം സർവസമ്മതം. അതിനെ എങ്ങനെയാണ് പോസിറ്റിവിറ്റി ആക്കുക? അതു നീങ്ങേണ്ടും ഉപായം സർവസമ്മതം മുകുന്ദചരണാം ഭോജം ഉപാസിക്കുക മാത്രമാം. അതായത് മുകുന്ദൻ്റെ പാദാരവങ്ങളെ, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ, ആനന്ദം തരുന്നവൻ എന്നൊക്കെ അർത്ഥം പറയും അല്ലേ? അപ്പോൾ പറഞ്ഞു മുകുന്ദചരണാം ഭോജം ഉപാസിക്കുക മാത്രമാം കാമിനി കനകാസക്തി മുമ്പായ ഫലമാതിരി. ഈ ദോഷങ്ങൾ വരുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾ മുഖാന്തരവും സ്വർണം മുഖാന്തരവും. കനകം മൂലം, കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ പലതും. പക്ഷെ നമ്മളെ കാമിനി എന്നുള്ള സ്ഥലത്ത് അവരും ഒരു പരമാത്മ ചൈതന്യമുള്ള ഒരാളാണല്ലോ എന്നാണ് വിചാരിക്കുക. അപ്പോൾ പിന്നെ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് തടുക്കാൻ സാധിക്കാത്ത ഉപദ്രവം ഉണ്ടാവില്ല. കാരണം നമ്മൾ അവരെ ആരായിട്ടാണ് കണക്കാക്കണത്? എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമുള്ള ഒരാളെ പോലെ. അങ്ങനെയാണ്. അപ്പോൾ കാമിനി കനകാസക്തി. കാമിനിയിലും ആസക്തി ഉണ്ടാവരുത്, കനകത്തിലും സ്വർണത്തിലും ആസക്തി ഉണ്ടാവരുത്. കാമിനി കനകാസക്തി മുമ്പായ ഫലമാതിരി ആയിരത്തോതിൽ ഇഴുകിപ്പിടിക്കും നശ്വരങ്ങളിൽ. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന സാധനങ്ങളെന്നാണ്. ആയിരം റീസൺസ് വിൽ ബി ദർ. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഒരു പോസിറ്റിവിറ്റി കാണാം. എന്താ പോസിറ്റിവിറ്റി? അവരുടെ ഉള്ളിലും ഒരു നല്ല മനസ്സുണ്ട്.
ആ മനസ്സിനെ അഭിനന്ദിക്കുക, ആ സൗൾ, ആ സ്പിരിറ്റിനെ അഭിനന്ദിക്കുക. അപ്പോൾ ലോകമാതാവായിട്ട് തന്നെയാണ് മഹാലക്ഷ്മി, ലോകമാതാവായിട്ട് തന്നെയാണ് കാളി, ഇല്ലേ? അപ്പോൾ നിറം കറുപ്പാവ് കാരണം കാളി എന്നറിയപ്പെടുന്നു എന്നൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. പക്ഷേ ആ കറുപ്പിനും 7 അഴകുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിച്ചാലോ? പരമോഷമുണ്ടോ? അപ്പോൾ കാമിനി കനകാസക്തി മുമ്പായ പരമാതിരി ആയിരത്തോതിൽ ഇഴുകിപ്പിടിക്കും നശ്വരങ്ങളിൽ. ഇഴുകിപ്പിടിക്കും. ആസക്തി മാറ്റിയിടുവതിന് അനശ്വര വിചിന്തനം. വലിയൊരു ഉപദേശ. ആസക്തി പോസിറ്റീവാക്കാൻ എന്താ ചെയ്യുക? ആസക്തി മാറ്റിയിടുവതിന് അനശ്വര വിചിന്തനം. നശിക്കാത്ത ഒരു പദാർത്ഥത്തിനെ ചിന്തിച്ചാൽ മതി. അതേതാ? ഈശ്വരപാദാരവിന്ദങ്ങൾ. ഈശ്വരപാദാരവിന്ദങ്ങളെ മുറുകെ പിടിച്ചാൽ ഏത് നാശത്തിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റും. എന്തെല്ലാം നടക്കാണ്ട് പോയി, അല്ലെങ്കിൽ എന്തെല്ലാം ആഗ്രഹിച്ചത് അനുഭവിക്കാൻ സാധിക്കാണ്ട് പോയി, അതൊക്കെ ഈശ്വരൻ്റെ വരദാനമാണ് എന്ന് വിചാരിച്ചാലോ അതൊക്കെ പ്ലസ്സായി. അപ്പോൾ ആസക്തി മാറ്റിയിടുവതിന് അനശ്വര വിചിന്തനം ചെയ്യുകയല്ലാതെ മറ്റില്ല മാർഗം മർത്യന്നു മന്നിതിൽ. ഈ ഭൂമിയിൽ മനുഷ്യനായി പറഞ്ഞവന് വേറൊരു വഴിയില്ല. നശ്വരത്തെ അനശ്വരമാക്കി തീർക്കുക. ഈ കുറൂരമ്മയുടെ കഥ, അല്ലെങ്കിൽ സോക്കാൾഡ് ഒരു സ്വാമി ഉണ്ടല്ലോ, കൂടുതൽ തിരുവനന്തപുരത്ത് അനന്തശായിക്ക് ചിരട്ടയിൽ ഉപ്പുമാങ്ങ നിവേദിക്കണം എന്നൊക്കെ എഴുതി വെച്ചൊരു സ്വാമിയുണ്ട്. പേര് ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം ഉഗ്രസേന മഹാരാജാവ് എന്ന് പറയാൻ സാധിക്കാണ്ട് വരുന്നുണ്ടായി. അതേപോലെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. സാരമില്ല. അപ്പോൾ ഈ കുറൂരമ്മ എന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ സന്തത സഹചാരിയായിരുന്നു ഈ സ്വാമി. പറഞ്ഞ ഭാഷയില്ലേ സാറ് അത് പറയുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ചെയ്യുകയല്ലാതെ മറ്റില്ല മാർഗം മർത്യന്നു മണ്ണിൽ ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വം മൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനാം. ഈ പ്രകൃതിയിൽ ബന്ധിക്കുന്നത് എന്താ? അതിന് പറയണത് കാശുണ്ടാക്കുക, പേരിന് കീർത്തി ഉണ്ടാക്കുക, മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വം മൂലം എന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനം. അതല്ല ശരി. ഇപ്പം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് നല്ല ഫ്രണ്ടാണ്. സംഗതി ഫേസ്ബുക്ക് റീച്ചായിട്ടില്ലെങ്കിലും ഉള്ളവർ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ട് ആനന്ദിക്കുന്നുണ്ട്. അതാണ് മോക്ഷം. ഏത്? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമായിരിക്കുക. നമ്മൾ കാലഹരണപ്പെട്ട് പോയാലും ഞാൻ പറയുന്ന വക്താവായിട്ടും കേൾക്കുന്ന ആൾക്കാർ ശ്രോതാക്കളായിട്ടും ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരൊക്കെ എന്താ പറയുക, ശരീരം നശിക്കും. പക്ഷേ എന്ത് ബാക്കിയുണ്ടാവും? ഈ പറഞ്ഞ വാക്കുകൾ അനശ്വരമായിട്ട് കിടക്കും. അപ്പം നമ്മൾ വിവക്ഷിക്കണത് എന്താ? എല്ലാവരും ലോകാസമസ്താ സുഖിനോ ഭവന്തു, ഇത്രയേ ഉള്ളൂ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും എത്തണം. ഇതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ടാണ് പറഞ്ഞത് ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വം മൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനാം. അത്തരം നശ്വരകാംക്ഷ വെടിഞ്ഞ് ഈശ്വര ചിന്തയാൽ മാത്രമാം ജന്മസാഫല്യം ആർജിപ്പതു മനീഷികൾ. മനീഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷീശ്വരന്മാർ എന്നർത്ഥമായി. അത്തരം നശ്വരകാംക്ഷകൾ വെടിഞ്ഞ് ഈശ്വര ചിന്തയാൽ മാത്രമാം ജന്മസാഫല്യം ആർജിപ്പത് മനീഷികൾ. അവ്യക്തമായ തത്വത്തെ, വ്യക്തമല്ലാത്ത തത്വത്തെ മനസ്സിലാക്കുക.
അത് ഭഗവാനാണ്. ചിലവർക്ക് വ്യക്തം അല്ല, ചിലവർക്ക് വ്യക്തമാക്കും, ചിലവർക്ക് വ്യക്തമാണെങ്കിലും അവ്യക്തത്തെ തന്നെ കിടക്കും. അത് കാരണം എന്താ? സമയമായില്ല പോലും, അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അവ്യക്തമായ തത്വത്തെ വിചാരിച്ചു വെറും ശ്രമം ചെയ്തു മാർഗേണ്ട മർത്യന് അത് അറിവാൻ എത്രയും പണി. എത്രയും പണിയുള്ളത് തന്നെ എൻ്റെ പിന്നാലെ പോകരുത്. അതായത് ഇപ്പോൾ ഒരു യാഗം നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉത്സവം നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു ഉപാസനാമൂർത്തിക്ക് അനുഗ്രഹത്തിന് വേണ്ടി യജ്ഞം യാഗം ചെയ്യണമെന്ന് പറയണു, ആ ഉപാസനാമൂർത്തി എൻ്റെ ഉള്ളിൽ തന്നെയാണെന്നും എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലേ, അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ നിസ്സീമമായ ചൈതന്യത്തിൻ്റെ ഉടമയാണ്. അതാണ് ബ്രഹ്മം, ഞാൻ ബ്രഹ്മമാണ് എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ വരം തരുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെന്താ വരായിട്ട് ചോദിക്കുന്നത്? നല്ല ഭക്തി തരണേ, നല്ല മനഃശുദ്ധി തരണേ. അതിനാർക്കും കൈമടക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ നീണ്ടെന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ ധാരാളമായി. ഭഗവാന്റെ ഭക്തനാവാനുള്ള ത്രാണി നമ്മൾക്കുണ്ടായാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, അവ്യക്തമായ തത്വത്തെ വിചാരിച്ചു വെറും ശ്രമം ചെയ്തു മാർഗേണ്ട മർത്യന് അതറിവാൻ എത്രയും പണി. തിരുവുള്ളത്തിൽ ഈ വണ്ണം ഓർത്ത് കാരുണ്യവാരിധി സ്വമുഖം കൊണ്ടു താൻ നേരിട്ട് അലിവാർന്നരുൾ ചെയ്തതാം. അപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ആര് ശ്രദ്ധയോടുകൂടി ഒരു തുള്ളി ജലമോ ഒരു ഇലയോ ഒരു പൂവോ തരണു, ഒരു കായോ വയ്ക്കണു, ഞാൻ സംതൃപ്തിയാവുന്ന. അപ്പോൾ നമ്മൾ ഉത്സവം കഴിക്കണമെന്നോ അല്ലെങ്കിൽ യജ്ഞം യാഗം നടത്തണമെന്നോ ആഗ്രഹിക്കണ്ട. ഒരു തുള്ളി വെള്ളം ഭഗവാന് ആര് കൊടുക്കണം? കഴിവില്ലാത്തവൻ മനസ്സറിഞ്ഞിട്ട്. കഴിവുണ്ടോ ഇല്ല എന്നുള്ളത് ആർക്കറിയാം? അവരവർക്കറിയാലോ. ഞാൻ ആരേനെയാ ഏമാത്തണത്? ഞാൻ ആരേനെയാ ഫുള്ളാക്കണത്? എനിക്ക് എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളത് ആർക്കറിയാം? എനിക്കറിയാം. അത് നിയന്ത്രിക്കണ ആളാരാ? എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം. ആ ചൈതന്യമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള ശ്രീലകത്തിരിക്കണ തേവരല്ല. അതൊരു പ്രതീകമാണ്. കർമ്മം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും പ്രതീകമാണത്. അപ്പോൾ തിരുവുള്ളത്തിൽ ഈ വണ്ണം മൂർത്ത കാരുണ്യവാരിധി സ്വമുഖം കൊണ്ടുതാൻ നേരിട്ടലിവാർന്നരുൾ ചെയ്തതാം പുണ്യം ഭാഗവതം ധർമ്മം ആകയാൽ അഖിലോത്തമം. എല്ലാവർക്കും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് അഖിലർക്കും ഉത്തമം പ്രപഞ്ചത്തിങ്കൽ ഏതേതു ധർമ്മവും ഭയമാർന്നതാം. ഭാഗവത ധർമ്മത്തിന് ഭയമില്ല. ബാക്കിയൊക്കെ ഋത്വിക്കുകൾക്ക് അക്ഷരം തെറ്റിയാൽ കുരുത്തക്കേടായി. അപ്പോൾ ഇവിടെ പുണ്യം ഭാഗവതം ധർമ്മമാകയാൽ അഖിലോത്തമം പ്രപഞ്ചത്തിങ്കലേതേതു ധർമ്മവും ഭയമാർന്നതാം. അണുപോലും ഭയം കാണില്ല ഇതിലേതൊരിടത്തിലും. ഭയം എന്നുള്ള വാക്ക് ഭാഗവതത്തിൽ ആക്സെപ്റ്റബിൾ അല്ല. ഭയം ഉണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ അനാസ്ഥകൾ ഉണ്ടാക്കുന്നവൻ, അനാചാരങ്ങൾ ചെയ്യുന്നവൻ ഭയക്കും. സാത്വികമായ രീതി സ്വീകരിച്ചുള്ളവനും ഭയം ഇല്ല. കാമ ക്രോധ മത മത്സര ലോഭ ഭയം എന്നാ. കാമ ക്രോധം മത മത്സര ലോഭ ഭയം ആറാമത്തെ ആളാണ്. പക്ഷെ അയാൾ ആദ്യം നിൽക്കുക, ഒരു വഴി കൂടെ പോകണം, പേടി അതുണ്ടാവില്ല. കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ ആകുന്ന ശത്രുക്കളെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വീശി ഇല്ലാണ്ടാക്കണം. അപ്പോൾ അണുപോലും ഭയം കാണില്ല ഇതിലേതൊരിടത്തിലും അതിവിസ്തൃതമാം രാജമാർഗം പോലെ മനോഹരം. ഭാഗവത സിദ്ധാന്തത്തിൽ പ്രാവീണ്യം നേടിയാൽ രാജപാതയിൽ കൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയമില്ലാണ്ട് സഞ്ചരിക്കാമെന്നർത്ഥം. രാജപാത
അണുപോലും ഭയം കാണില്ലിതിലേതൊരിടത്തിലും അതിവിസ്തൃതമാം രാജമാർഗം പോലെ മനോഹരം കൺചിമ്മിയോടിയാൽ പോലും കണ്ണ് ചിമ്മി ഓടിയാൽ പോലും വീഴില്ല. രാജമാർഗത്തിൽ, ഭക്തിയുടെ മാർഗത്തിലാണെങ്കിൽ, ഭഗവാൻ പറഞ്ഞ വഴി കൂടെ പോവുകയാണെങ്കിൽ, ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഭയപ്പെടില്ല, വീഴുന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൺചിമ്മി ഓടിയാൽ പോലും വഴിയില്ല നിജഭക്തനെ കാരുണ്യത്തള്ളലാലെങ്ങും കാത്തുരക്ഷിച്ചിടും പ്രഭു. ഭഗവാൻ തൻ്റെ ഭക്തനെ സദാ ജാഗരൂകനായി നിന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെ പോലെ? പ്രഹ്ലാദനെ പോലെ. പ്രഹ്ലാദൻ്റെ അച്ഛൻ പ്രഹ്ലാദനെ നശിപ്പിക്കാൻ വേണ്ടി ഏതേത് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല, എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു. തലയ്ക്ക് കഴുത്തിനൊപ്പം ഭൂമിയിൽ കുഴിച്ചിട്ട് മതയാനോട് ഫുട്ബോൾ തട്ടാൻ കൂടുതൽ തട്ടാൻ പറഞ്ഞു. നാരായണ നാരായണ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ആ മതമാർന്ന ആന കൊമ്പ് കുത്തി ഭൂമിയിൽ നമസ്കരിച്ചു. ആരേനെ? പ്രഹ്ലാദനെ. കാരണം എന്താ? ആ 4 അക്ഷരത്തിൻ്റെ മഹിമ. നാരായണ നാരായണ നാരായണ. അപ്പോൾ കൺചിമ്മിയോടിയാൽ പോലും വീഴില്ല നിജഭക്തനെ കാരുണ്യത്തള്ളലാൽ എങ്ങും കാത്തുരക്ഷിച്ചിടും പ്രഭു. അതായത് മഹത്തായ ധർമ്മത്തിൽ ഇതിൽ വല്ലതും അബദ്ധമാണെങ്കിൽ പോലും പ്രായോഗിക ശാസ്ത്രത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും അപാകത പറ്റിയാൽ തന്നെ അത്തരം ഭക്തനെ ഭഗവാൻ കൂടുതൽ രക്ഷാകവചം, നാരായണ കവചം എന്ന് പറയേണ്ട ആവശ്യമില്ല. നാരായണ എന്നുള്ളത് മനസ്സറിഞ്ഞ് വിളിച്ചാൽ മതി. അപ്പോൾ അതായത് മഹത്തായ ധർമ്മത്തിൽ ഇതിൽ വല്ലതും അബദ്ധമാണെങ്കിൽ പോലും പൊറുക്കും അഖിലേശ്വരൻ. 99 മാർക്ക് കിട്ടി. ആ ബാക്കിയുള്ള ഒരു മാർഗം ഭഗവാൻ എന്തു ചെയ്യും? ഗ്രേസ് തരും. പക്ഷേ 99 തെറ്റാണെങ്കിൽ ഒരു ശരിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. കൂടുതൽ നശ്വരമായ കാര്യങ്ങളല്ലാണ്ട് അനശ്വരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഭഗവാനെ പറ്റി പറയുന്ന വാക്കുകളൊന്നും തെറ്റില്ല. അതാണ് സത്യം. ആപത്തകറ്റി രക്ഷിക്കുമെന്നേ എൻ ദീനവത്സലൻ. ആപത്ത് അകറ്റി എന്നെ രക്ഷിക്കുമെന്ന ദീനവത്സലൻ, എൻ ദീനവത്സലൻ. അതിനു മറ്റൊരാൾ മുമ്പിൽ കൈമലർത്തേണ്ടതില്ല ഞാൻ. അതായത് എന്നെ രക്ഷിക്കാൻ ഈശ്വരനുണ്ട് എന്ന് ഞാൻ 100% മനസ്സിലാക്കിയാൽ വേറൊരാളെ ഞാൻ പ്രതീക്ഷിക്കേണ്ട, ആരും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് മുന്നോട്ട് പോവാം. ഞാൻ അങ്ങനെ നടന്ന് ശീലിച്ചു പോയി, ആരുമില്ല. പക്ഷെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും അങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. എന്താ ചെയ്യേണ്ടത് പറയൂ? അത് ചെയ്തിരിക്കും. അത് ഭഗവാന്റെ ആദേശമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല? ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഭഗവാന്റെ കരുണ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്താൽ എന്താ ഫലം? നരി വരുന്നു എന്നൊരു കഥയുണ്ട് ഇല്ലേ? നരി വരാതെ കണ്ട് നരി വരണു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കുറേ ആൾക്കാരെ കുറേ സമയത്ത് ഫുള്ളാക്കി. അങ്ങനെ ഒടുക്കം കാലം നരി വരുന്നു. അന്ന് ആ കുട്ടിക്ക് നാട്ടുകാരുടെ ശ്രദ്ധ ഉണ്ടായില്ല എന്നാണ്. അപ്പം ഭഗവാനെ നമ്മൾ പരീക്ഷിക്കരുത്. ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും പരീക്ഷിച്ച ശേഷമേ നമ്മൾക്ക് അനുഗ്രഹം തരൂ. അങ്ങനെയുണ്ട്. എന്താ പിടിച്ചോന്നിട്ട് പറയില്ല. ഒരുപാട് കഷ്ടകാലങ്ങൾ അനുഭവിച്ച് ആ കഷ്ടകാലത്തെ ഈശ്വരനോട് അണയാനുള്ള മാർഗനിർദ്ദേശമായി കരുതി പൊരുത്തപ്പെടാൻ സാധിക്കുമ്പോഴാണ് ഭഗവാൻ അനുഗ്രഹിക്കുക. അതുമാത്രമേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ആപത്തകറ്റി രക്ഷിക്കും എന്നെ എൻ ദീനവത്സലൻ. അതിനു മറ്റൊരാൾ മുമ്പിൽ കൈമലർത്തേണ്ടതില്ല ഞാൻ. വിശ്വേശ്വരനിൽ ഈ വണ്ണം വിശ്വാസം നമ്മയിൽ വിശ്വാസം കുമിഞ്ഞ് നന്മയിൽ ഉളവാം പോലെ
കുഞ്ഞിനമ്മയിൽ വിശ്വാസം കുഞ്ഞിനെ അമ്മയിൽ, അതാണ് കൂട്ടക്ഷരാണ്, അർത്ഥം പോയി ആദ്യക്ക് മനസ്സിലായില്ല. കുഞ്ഞിനെ അമ്മയിൽ ഉളവാം പോലെ ഭക്തന് ഭഗവാനിൽ ഉദിക്കുകിൽ. അപ്പോഴാണത് നിലനിൽക്കുള്ളൂ. ഒരു കുഞ്ഞിന് അമ്മ എത്രത്തോളം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അമ്മ അടിച്ചാലും അമ്മയെ പറയേണ്ട കാര്യമല്ലേ. അച്ഛനടിച്ചാലും സഹോദരന്മാരടിച്ചാലും സഹോദരിമാരടിച്ചാലും മാഷന്മാർ ടീച്ചർമാർ ആരടിച്ചാലും അമ്മയെന്ന് പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വേശ്വരനിൽ ഈ വണ്ണം വിശ്വാസം കുഞ്ഞിനെ അമ്മയിൽ ഉളവാം പോലെ ഭക്തന് ഭഗവാനിൽ ഉദിക്കുകിൽ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വരുന്നതാണ് പറഞ്ഞത്. അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.